എല്ലാവർക്കും വണക്കം. അവോക്കാഡോ കട്ട് ചെയ്തെടുക്കുക, കുറച്ച് ഒനിയൻസ്, സിലാൻഡ്രോ. അവോക്കാഡോ നന്നായിട്ട് മാഷ് ചെയ്തതിന് ശേഷം ഇതിൽ ഡൈസ്ഡ് ഒനിയൻസ് ഇടാം, ടൊമാറ്റോസ് ഇടാം, സിലാൻഡ്രോ ഇടാം. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് പരിഗണിക്കാം. ഗുവാക്കമോലെ എന്നുള്ള ഒരു സീസണിങ് പൗഡറുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അത് സപ്പോസ് ഇല്ല എന്നുണ്ടെങ്കിൽ സോൾട്ട്, അതുപോലെ പെപ്പർ പൗഡർ, ലെമൺ ജ്യൂസ്, പച്ചമുളക് ഇടാം. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും കഴിക്കാം. ടൊമാറ്റോസ് ആഡ് ചെയ്യാം, കുക്കുംബർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. താങ്ക് യു. പിന്നീട് വേറൊരു ഡിഷ്, ചെന്ന സോക്ക് ചെയ്ത് വെച്ച് ചെന്ന നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഇത് സോക്ക് ചെയ്യാത്തതാണെങ്കിലും നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് വേവിക്കാവുന്നേ ഉള്ളൂ. അതിൽ കുറച്ച് ഓയിൽ, ടർമറിക് പൗഡർ, സോൾട്ട്, ബേക്കിംഗ് സോഡ കുറച്ചിടാം. നന്നായിട്ട് കുറച്ച് വെന്ത് കിട്ടും. ഒരു 4-5 വിസിൽ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾസ് അല്ലെങ്കിൽ ക്യാരറ്റ്സ്, എന്തൊക്കെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്ത് ഒരു ബൗളിലിട്ട് വയ്ക്കുക. ക്യൂക്കംബേഴ്സ് ആഡ് ചെയ്യാം, ഗ്രേപ്സ്, ആപ്പിൾസ്, ഓറഞ്ച്, ബനാന, റോ മാംഗോ, എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ആഡ് ചെയ്ത ശേഷം ഈ കുക്ക് ചെയ്ത ചെന്ന ഇതിലോട്ട് മിക്സ് ചെയ്യുക. കേജൻ പൗഡർ എന്നൊരു സീസണിങ് ഉണ്ട്, വളരെ ടേസ്റ്റാണത്. അത് ആഡ് ചെയ്യാം. ഇതില്ല എന്നുണ്ടെങ്കിൽ സോൾട്ട്, ലെമൺ ജ്യൂസ്, അതുപോലെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം, നന്നായിരിക്കും. പച്ചമുളക് ആഡ് ചെയ്യാം ഇഷ്ടമുള്ളവർക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പ്രോട്ടീന് നമുക്കിവിടെ ചെന ഉണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഹെൽത്തി മീൽ അല്ലെങ്കിൽ സ്നാക്ക് എന്ന് പറയാം. 4 o'clock 4:30 അതേപോലെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ